Hi friends, welcome to Nimz Favorites. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് കോലമക്കായുടെ കുറച്ച് ഷെല്ല് വേണം. 4 ഷെല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഷെല്ലിന് മുകളിലായിട്ട് ഒരു റെഡ് കളർ അക്രിലിക് പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കാരണം പിന്നീട് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ കളർ ഫെയ്ഡ് ആവും. അതുകൊണ്ട് ഫസ്റ്റ് ഒരു കോട്ട് അടിച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് അതിന് മുകളിലായിട്ട് ഹാർട്ട് ഷേപ്പിൽ നമ്മുടെ ഈ ഷെല്ല് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സെൻട്രലായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ പെയിന്റ് എടുത്തിട്ട് ഫില്ല് ചെയ്യണം. ആ സെൻറ്ററിലൊക്കെ നമ്മൾ ഒന്നുകൂടെ പെയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കിട്ടും. ഒരബദ്ധം എനിക്ക് പറ്റിയതെന്താ വെച്ചാൽ, നമ്മൾ ഈ വൈറ്റ് കളർ കാർഡ്ബോർഡ് പേപ്പറിന്മേൽ ആദ്യം തന്നെ നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിലായിട്ട് ആ കാർഡ്ബോർഡ് വെട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുകൂടി നമ്മൾ അതേ ഷേപ്പിൽ ഷെല്ല് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷെല്ല് ഒരു ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഷെല്ലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും. അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ വൈറ്റ് പേപ്പർ അവിടെയൊക്കെ കംപ്ലീറ്റ് ആ സൈഡ് കാണുന്ന അവിടെയൊക്കെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നേരെ വൈറ്റ് പേപ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡൊന്നും വെച്ച് സ്റ്റിക്ക് ചെയ്ത് നമ്മൾ സാധാരണ ബുക്കിലൊക്കെ കാണുന്ന പേപ്പർ വെച്ചിട്ട് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിന് മുകളിലായിട്ട് പെയിന്റ് അപ്ലൈ ചെയ്യണം. ഇനി പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ വൈറ്റ് കളർ കാണുന്ന ഭാഗത്തും അതുപോലെ കുറേ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് അവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബോറും ഇല്ല. താഴെയാണ് നോക്കുവാണെങ്കിലും ഒരു ഗ്യാപ്പും ഇല്ലാത്ത കാരണം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിനുക്ക് പണികളാണ് ബാക്കിയുള്ളത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ സ്റ്റോൺ ആണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ഗോൾഡൻ കളർ സ്റ്റോൺ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാർട്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം വേണം. അത് കണ്ടാലാണ് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പറമ്പിൽ വെറുതെ കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്താണെന്ന് കാണാം. അപ്പോൾ മറ്റൊന്നുമല്ല, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീ ചെയിനാണ്. അപ്പോൾ ഇനി വേണ്ടത് കീ ചെയിനിൻ്റെ ചെയിനാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയൊരു കീ ചെയിനിൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ബാക്കിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കീച്ചേൻ്റെ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പണിയേ ഉള്ളൂ, അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതിൻ്റെ ബാക്കിലായിട്ട് ആണ് അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ഉറപ്പുള്ള ഗ്ലൂ തന്നെ എടുക്കണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. സൂപ്പർ ഗ്ലൂവോ മറ്റോ എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അവിടെ ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ കല്ലുമക്കായ വെച്ചിട്ടുള്ള കീ ചെയിൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പരിസരത്തൊക്കെ ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.